ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറേ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ഓസ്കാറിനെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. അത് നല്ല മാസീവ് സൈസിലുള്ള ഒരു പെയർ ഓസ്കാറിനാണ് നമ്മൾ വാങ്ങിയത്. ഒരു കോപ്പർ അതുപോലെ തന്നെ ടൈഗർ ഓസ്കാറും. അപ്പോൾ അതിന് കൂടുതൽ വിശേഷങ്ങൾ വീഡിയോ കണ്ടുപോകുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണ് ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞങ്ങളെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ ഗൈസ്, എപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ഓസ്കാറിന് എടുക്കുന്നത് പെർഫെക്റ്റ് തന്നെയാണ്. നമ്മളെ എപ്പോഴുള്ള ഫേവറേറ്റ് ഷോപ്പാണ് പെർഫെക്റ്റ്. ഇവിടെ നിന്ന് എന്തെടുത്താലും നമുക്കതൊരു മോശമായിട്ട് തോന്നില്ല, ഒക്കെ സെറ്റ് സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കട്ടോ. കിഡ് ഷോപ്പാണ്. ഷോപ്പ് കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അത്രയും ഒരു സൗകര്യം ഇപ്പോൾ ഷോപ്പിന് കാണാനുണ്ട്. അപ്പോൾ എപ്പോഴേ പോലെ തന്നെ നമ്മൾ ആദ്യം അരോണേൻ്റെ അടുത്തേക്കാണ് പോവുക. അരോണേൻ്റെ സ്ഥലം ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അക്വേറിയം ഒന്ന് മാറിയിട്ടുണ്ട് അരോണേൻ്റെ. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഗപ്പീസ് എല്ലാം ഉണ്ട്, ഫ്ലവറോണൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു മെയിൻ അട്രാക്ഷനാണ് നമ്മളെ അലിഗേറ്റർ കാർ. പക്ഷേ ഇന്ന് കുറച്ചുകൂടി ആക്റ്റീവാണ് കേട്ടോ അലിഗേറ്റർ കാർ. അന്ന് ഞാൻ വന്നപ്പോഴൊക്കെ അലിഗേറ്റർ കാർ ഒരു സൈഡിലിങ്ങനെ കിടക്കായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ഫ്രണ്ടിൻ്റെ കൂടെ, നമ്മളെ ദിഗിൽ ബ്രോൻ്റെ കൂടെ കുറേ നേരം കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിനെ കണ്ടിട്ടാണ് നമ്മളെ കാറിനെടുത്ത്. നമ്മളെ കാറും സൈസേ വരുന്നുണ്ട്. അത് ഞാൻ ഒരു ലൈവിൽ വരുമ്പോൾ കാണിക്കുക കാറിൻ്റെ ഒരു സൈസ്. അപ്പോൾ ഈ ശരിക്കും അലിഗേറ്റർ കാർ ടോപ്പാണ്. ഇത് അലിഗേറ്റർ അല്ല, ശരിക്കും സ്പോട്ടഡ് കാറാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മേത്തുള്ള ഒരു രൂപം കണ്ടിട്ട് സ്പോട്ടഡിനെ പോലെ തോന്നുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ഇരുടുള്ള പോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഏതാ ടൈപ്പ് എന്ന്. പക്ഷേ ഭയങ്കര ജയൻ്റാണ്. ഇതിൻ്റെയൊക്കെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഗ്രൈൻഡായി പോവും. അത്രയും അതിൻ്റെ പല്ല് കണ്ടാൽ നമുക്ക് പേടിയാവും. ഹെവി ഒരു മുതൽ തന്നെയാണ് സംഭവം. അപ്പോൾ കാറിനോട് കുറച്ച് നേരം നമ്മൾ കളിച്ച് അതിനുശേഷം നമ്മൾ ഫ്ലവറോൺ, നമ്മളെ ക്യൂട്ടി ഫ്ലവറോൺ ഉണ്ട് ഇവിടെ. ഫ്ലവറോണിൻ്റെ തലയിൽ അങ്ങനെ മസാജ് ചെയ്തെടുത്തിട്ടോ. നല്ല രസമുണ്ട്. നമ്മളോട് കളിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഫ്ലവറോണ്ട്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അതിൻ്റെ ഹെഡ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതും അതിനനുസരിച്ച് ഹെഡ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റഡ് ചെയ്തൊരു നോർമൽ പ്ലാന്റഡ് സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ലെവലിൽ പ്ലാന്റഡ് ചെയ്ത ഒരു ചെറിയൊരു അക്വേറിയം കണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഗപ്പീസിൻ്റെ കളക്ഷൻ ഇവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കട്ടോ. ഗപ്പീനൊക്കെ ഇഷ്ടപ്പെടുന്ന ഗപ്പി പ്രാന്തന്മാരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ തന്നെ പോകണം. അത്രയും വെറൈറ്റി ഗപ്പീസ് ഉണ്ട്. നമുക്ക് താങ്ങുന്ന വിലയിൽ തന്നെയാണ് കേട്ടോ ഗപ്പി ഉള്ളത്. ഇപ്പോൾ അടിപൊളി ഗപ്പീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കട്ടോ. അതുപോലെ തന്നെ വേറെ ഫ്ലവറോൺ അവിടെ ഉണ്ട്. ഇവരൊക്കെ ഹമ്പ് കുറച്ചുകൂടി ഒന്ന് ബൾജ് ചെയ്ത മാതിരി തോന്നുന്നുണ്ട്. അത്രയും ഫുഡ് അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നല്ല കമ്പനിയാണ് ഇവിടുത്തെ ഫ്ലവറോൺ. ഇപ്പോൾ കടിക്കുന്നൊന്നുമില്ല കേട്ടോ. ആദ്യം വെച്ചാൽ ഭയങ്കരമായിട്ട് കടിക്കുന്നു, പക്ഷേ കുഴപ്പമില്ല. അതുപോലെ തന്നെ നിയോൺ സീബ്ര ഉണ്ട്. അതുപോലെ തന്നെ ടെട്രൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാരറ്റ്സും അടിപൊളിയാണ്. പാരറ്റൊക്കെ നമ്മൾ എപ്പോഴും പോകുമ്പോൾ ജസ്റ്റ് ഒരു വിഷ്വൽസ് എങ്കിൽ പാരറ്റ് നമ്മൾ എടുക്കും. അതുപോലെ തന്നെ നമ്മൾ അരോണ അവിടെ ഉണ്ട്. അരോണ കുറേ കഴിഞ്ഞ് പുതിയ സ്റ്റോക്ക് ഒരു ഇറക്കിയാണ്. ഇവിടെ അത്രയും ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഓസ്കാർ, വെറൈറ്റി ഓസ്കാർ അവിടെ ഉണ്ട്. അപ്പോൾ പല സൈസിലുള്ള പല റേറ്റിലുള്ള ഓസ്കാർ ഉണ്ട്, പല കളേഴ്സിലുള്ള. അപ്പോൾ ഇവരാണ് നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. കോപ്പറും അതുപോലെ തന്നെ ഒരു ടൈഗറും. ഇവരൊരു പെയറാണ്. അതുപോലെ തന്നെ ഈ ഒരു സീബ്ര അടിപൊളിയാണ്. ഇതിൻ്റെ അത് വിഡോവും ഉണ്ട്. അപ്പോൾ നിയോൺ കളറാണ്. അതുപോലെ തന്നെ ഏഞ്ചൽ ഉണ്ട്. ഓസ്കാർ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഫയർ ഹെഡ്, ടൈഗർ, ആൽബിനോ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ മാംഗോ ഓസ്കാർ ഉണ്ട്. ഒക്കെ ലെവലാണ്. ഇത് നമ്മൾ എടുക്കണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വലിപ്പം മറ്റേതിനാണ്, അതുകൊണ്ടാണ് അത് ഫിക്സ് ചെയ്തത്. അതുപോലെ തന്നെ ഫ്ലവറോണിൻ്റെ ചെറിയ കുട്ടികൾ ഇപ്പോൾ വലുതായിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ പോയി. ഇനി കുറച്ച് പീസ് കൂടെ ഉള്ളൂ. ചിലതിനൊക്കെ ഹെഡ് വെക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ ഓസ്കാറിനെ പിടിക്കാൻ വിചാരിച്ച് ആദ്യം നമ്മൾ ടൈഗർ ഓസ്കാറിനെ എടുക്കാൻ പോവുകയാണ്. ഇതിൽ ടൈഗറാണ് കേട്ടോ ഫീമെയിൽ, കോപ്പർ മെയിലുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ടൈഗറിനെ പിക്ക് ചെയ്ത് ഭയങ്കര ആക്റ്റീവാണ്. വലയിലൊന്നും നിൽക്കുന്നില്ല, ചാടി പുറത്തേക്ക് കളിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ എങ്ങനെയൊക്കെയോ കവറിലൊക്കെ ഇട്ട് അതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ പെയറായ മെയിലായ കോപ്പറിനെയും കൂടി നമുക്ക് പിടിച്ചു തന്ന്. ഭയങ്കര അത്ര ആക്റ്റീവാണ് കോപ്പർ ഓസ്കാർ. ഈ ടൈഗറിനേക്കാട് ആക്റ്റീവാണ്. ജസ്റ്റ് മിസ്സിന് താഴെ വീഴുമായിരുന്നു. അത്രയും ഏട്ടൻ കെയർ ചെയ്യുന്നതുകൊണ്ട് മിസ്സായി പോയില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ കവറിലിട്ട്. അത്രയും ആക്റ്റീവ് ആയതുകൊണ്ട് ഹെൽത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആയിട്ട് കളിക്കുന്നത് അവർ. അപ്പോൾ ശരിക്കും ലെവലാണോ. എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം കോപ്പറിനോടാണ്. അത് നമ്മൾ സംഭവം പർച്ചേസ് ചെയ്ത് നമ്മൾ കുറച്ച് മൊയിനൊക്കെ വാങ്ങി. പിന്നെ വരാൻ നേരത്ത് നമ്മളെ ചങ്ക് കുറച്ചുകൂടി നേരം അലിഗേറ്റർ കാരനോട് കളിച്ച്. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും വെള്ളത്തിൻ്റെ വെയിറ്റ് നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നിയില്ല. അപ്പോൾ വണ്ടി പെട്ടെന്ന് നമ്മൾ വന്ന് അങ്ങനെ വേഗം വന്ന് വീട്ടിൽ നമ്മൾ വെള്ളത്തിലിട്ട് ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി.
അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ ബക്കറ്റിലിട്ടപ്പോഴാണ് ഇതിൻ്റെ സൈസ് മനസ്സിലാക്കിയത്. എൻ്റെ കൈപ്പത്തിനെക്കാട്ടും വലിപ്പമുണ്ട് ശരിക്കും ഇത്, അത്ര മാസീവ് സൈസാണ്. അപ്പോൾ നേരിട്ട് കണ്ടാൽ ശരിക്കും അതിൻ്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവും, അത്രയും സൈസ് ഉണ്ട്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും സൈസുള്ളൊരു ഓസ്കാറിനെ വാങ്ങുന്നത്. കണ്ടുണ്ട്, പക്ഷേ വാങ്ങുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ ബേബീസിനെടുത്ത് വലുതാക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ ടൈഗറും കൈപ്പത്തിനെക്കാട്ടും വലിപ്പമുണ്ട്, പക്ഷേ കോപ്പർ ഓസ്കാറാണ് 1 ഇഞ്ച് കുറച്ചുകൂടി വലുപ്പത്. ഇത് ടോട്ടൽ ഇതിൻ്റെ ഒരു ഇഞ്ചസ് പറയുമ്പോൾ 11 ഇഞ്ചാണുള്ളത് കോപ്പർ. ടൈഗർ വരുമ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ സംഭവം ശരിക്കും ഭയങ്കര സൈസുള്ളൊരു ഓസ്കാറായിരുന്നു. ഇതിൻ്റെ വായ എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ വായാണ്, ഫിൻസൊക്കെ അത്രയും വലിയ ഫിന്നാണ്. ശരിക്കും ഇതിൻ്റെ കളർ, എനിക്ക് കോപ്പറിൻ്റെ കളർ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി, അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ചാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കിട്ടിയ റിസൾട്ട് അടിപൊളിയാണ്. എപ്പോഴും ആ ഷോപ്പിൽ നിന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അരോണ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അലിഗേറ്റർ കാർ ആയിക്കോട്ടെ, സ്പോട്ടഡ് കാർ ആയിക്കോട്ടെ, നമ്മളെടുത്ത ഇപ്പോൾ എടുത്ത ഓസ്കാർ അടക്കം പക്കാണ്. നമുക്ക് ഒരു എന്താ പറയുക, സംതൃപ്തിയുള്ളൊരു സ്ഥലമാണ് അവിടെ. എന്ത് പോയി എടുത്താലും അത്രയും അടിപൊളിയാണ്. ഒന്നിനൊരു പ്രശ്നമുണ്ടല്ലോ, ഫീഡിങ് ആണ്, പക്ക ഫീഡിങ് ആണ്. അപ്പോൾ ഓസ്കാർ നമ്മളിപ്പോൾ ഫീഡിങ് കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയ മീനിട്ട് വെക്കുക, അതുപോലെ തന്നെ ചെറിയ ചെമ്മീനൊക്കെ കൊടുക്കുക. ചെമ്മീനൊക്കെയാണ് ഓസ്കാർ ബേസിക്കലി കഴിക്കുക. എന്തായാലും ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ് ആ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്കുക. ഒരുപാട് കിളികളുണ്ട്, ലവ് ബേർഡ്സ്, പ്രാവ്, ഒരുപാട് സാധനമുണ്ട്. അതുപോലെ തന്നെ അക്വേറിയം കസ്റ്റം ചെയ്ത് തരും അവർ. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ കളക്ഷൻ ഓഫ് പെറ്റ്സ് ഉണ്ട്. പെറ്റ്സ് പറഞ്ഞാൽ മീനുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കുക. അതുപോലെ തന്നെ അവിടെ ആക്സസറീസ്, ഈ അക്വേറിയത്തിന് വേണ്ട ആക്സസറീസ്, അതുപോലെ തന്നെ മെഡിസിൻസ്, എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഇല്ലാത്തൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഈ മെഡിസിൻസൊക്കെ എല്ലാ മെഡിസിൻസും ഉണ്ട്. അപ്പോൾ ഷോപ്പ് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ ജസ്റ്റ് പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇത്രയും കളക്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഷോപ്പാണ്. അത്തോളി കഴിഞ്ഞിട്ട് പുറക്കാട്ടിരി ഭാഗത്തേക്കുള്ള പാലത്തിനടുത്തുള്ള ഷോപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഒരിക്കലും നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ഡ്രോപ്പായിട്ട് വരില്ല, കാരണം അത്രയും ഹാപ്പി ആയിട്ട് വരും. നിങ്ങൾ വിചാരിച്ച സാധനം അവിടെ ഉണ്ടാവും. അഥവാ അല്ലേ തന്നെ എൻക്വയറി ചെയ്താൽ ചിലപ്പോൾ അവരൊക്കെ കൊണ്ടുവെക്കും. പിന്നെ അവിടെ നമ്മൾ വെറൈറ്റി ഒരു സാധനം കൂടി എടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ പറയുന്നില്ല, അതൊരു ലൈവിൽ ഞാൻ വന്നിട്ട് എന്തായാലും കാണിക്കുക. ശരിക്കും ഒരു വെറൈറ്റി സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അതിനെ വളർത്തുന്നത്, അത്രയും വെറൈറ്റി ആയിട്ട് സാധനത്തിനെ. അപ്പോൾ ഓസ്കാറിനെ നമ്മൾ എടുക്കാൻ പോയപ്പോൾ അതും കൂടി നമുക്കൊരു ബോണസ് ആയിട്ട് അവിടെ നിന്ന് കിട്ടി. അടിപൊളി സംഭവം കേട്ടോ. എന്തായാലും അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കുക ഗൈസ്, അത്രയും മാസീവാണ്. നമ്മളെടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് സാധനമാണ്. പേഴ്സണലി എനിക്ക് എന്തായാലും ഓസ്കാറിനാണ് എല്ലാത്തിനേക്കാട്ടും ഇഷ്ടം. അപ്പോൾ ശരിക്കും ജയൻസാണ് ഇവരെന്തായാലും. ഇനിയിപ്പോൾ നമുക്ക് വരെ ബ്രീഡിങ്ങിനിടാം, എല്ലാം ചെയ്യാം. ഇവർ പക്ക പെയർസാണ്. അപ്പോൾ നമ്മൾ ഇവരെ ബ്രീഡിങ്ങിനിടുകയാണെങ്കിൽ അതൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഇവരുടെ ഗ്രോത്തിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ നമ്മളെ ഉൾപ്പെടുത്തും. അപ്പോൾ എപ്പോഴും നമ്മളെ പെറ്റ്സായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അവരെ വിശേഷങ്ങൾ അറിഞ്ഞുകൊടുക്കും. കാരണം നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ വീഡിയോസിലും അല്ലെ ഏതെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ പിന്നീട് കാണാം. അതായിരിക്കും ബൈ.